നോക്കിക്കോണം. ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു. നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ. എന്ന് പറയാൻ ഒന്ന് എയിം ചെയ്യണ്ടേ? പൊട്ടട്ടെ പൊട്ടട്ടെ. ചിലക്കായിരിക്കും. 1 2 3. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്റെ വെടി നോക്കിയോ. അത് കാണും. റെഡി? 1 2 പലകെ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റായിട്ട് പലകയെ തന്നെയാ കൊണ്ടത്. വാ നോക്കാം. നീ പോയി നോക്കിട്ട് വാ. ആരാത്? തങ്കപ്പൻ ചേട്ടനോ? നീ വേറെ ഉറങ്ങിയില്ലേ? അയ്യോ ഇതെന്താ ശബ്ദം ഏതാണ്ട് പോലെ ഇരിക്കുന്നല്ലോ. ജലദോഷം ജലദോഷം. ഇപ്പൊ ശരിയായി. ചേട്ടൻ എങ്ങോട്ട് പോവാ? അറിഞ്ഞിട്ടെന്തിനാ നേരെ ഇത്രയായിട്ട് ഉറങ്ങാത്തത്? വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ലേ ചേട്ടാ? അപ്പൊ വീട്ടുകാരും ഓർക്കണ്ട. കിടന്നോ, ഞാൻ വീടി വാങ്ങാൻ പോവാ. എന്നിട്ട് ഉടനെ വരുവോ? ഞാൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യും. വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്ന കണ്ടപ്പോ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എടാ, നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ക്ലോറോഫോം മൂക്കി കയറ്റൂ. അതോടെ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. വല്ല സംശയം തോന്നിയാൽ അയാൾ എന്നെ കശാപ്പ് ചെയ്യും. സംശയം തോന്നാതിരിക്കാനല്ലടാ വേഷം മാറിയിരിക്കുന്നത്. വേഷം മാറിയപ്പോഴൊക്കെയാ തല്ലും കിട്ടിയിട്ടുള്ളത്. ആ പിന്നെന്താ കുഴപ്പം? തല്ല് കിട്ടി പരിചയമുണ്ടല്ലോ. എടാ, ഇനി അഥവാ നീ മരിച്ചു പോയാലും നീ പേടിക്കണ്ട വിജയ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. ദാസ അറം പറ്റും. അറം പറ്റില്ല വിജയ. എടാ, 2 തുള്ളി രക്തം, 2 തുള്ളി, അത് AB പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ ജയം. അപ്പൊ ഞാനവിടെ വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ എടാ വിജയ്, എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം? ഇതാ ഇത് കണ്ടോ? ഇത് സൂചി കണ്ടല്ലോ. ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് പുറമോട്ട് വലിക്കണം. അപ്പൊ ബ്ലഡ് കിട്ടും. അത്ര തന്നെ. അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ. ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ. എടാ, ഇത് ക്ലോറോഫോം. ഇത് പഞ്ഞിയിലെ 1 2 തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ. അപ്പൊ അയാൾ ബോധം കിടും. എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ക്ലോറോഫോം മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ? അയാൾ ഉറങ്ങുമ്പോ വേണം ഇത് മൂക്കിക്കൊണ്ട് വെക്കാൻ. അത് ശരി. അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനായി ചെന്നിട്ട് അതെ. എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പ, അങ്ങോട്ട് കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടുന്നു. ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കുന്ന വല്ല ഊട്ടിയിലും വല്ലയിടത്തും പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ലും മുറുകെ തിന്ന. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ എല്ലാം തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറ. അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പ് ഇത് മുഴുവൻ അലക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോണ്ടിരിക്കണ്ട ഇവിടെ. കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? എടാ ദാസാ, എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ? എടാ, നീ വെള്ളം നോക്കല്ലേ? അവന്റെ ഇവിടെ വേറെ ജോലിയുണ്ട്.
എന്ന് പറഞ്ഞ അടുക്കള വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറണ. ഞാൻ നിയമിച്ച വേലക്കാരനെ ഭരിക്കപ്പെടെ വേറെ ഒരുത്തി വരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷം അല്ലടി നിന്റെ ഭർത്താവായത്. ഓ എടാ തങ്കപ്പ നിന്നോടാ പറഞ്ഞത്. എടാ നോക്കി നിൽക്കാതെ കീറണ. എനിക്കൊരു ഉണ്ടാവില്ല. കയ്യും കൈ വെട്ടി വീഴാണെങ്കിൽ വന്നേക്കട്ടെ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കിരിക്കോ കിരിക്കോ. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി? എവിടെ? ആ, നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes. Cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. അപ്പൊ തുണി അയ്യോ മലയാളിയാണോ?